ഹലോ എവരിവൺ. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പാമ്പ് കടി ഏറ്റ ആള് ഒരിക്കലും പേടിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ പേടിപ്പിക്കാതിരിക്കുക. പാനിക് ആവും തോറും രക്തസമ്മർദ്ദം ഉയരുകയും അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം കാരണം പാമ്പിന്റെ വിഷം പെട്ടെന്ന് തന്നെ ശരീരത്തിലുടനീളം വ്യാപിക്കാനുമുള്ള കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ പേടിക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായി എമർജൻസി ആയിട്ട് തന്നെ ആന്റി സ്നേക്ക് വെനമുള്ള തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണം. മാക്സിമം അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ എത്തിച്ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില പാമ്പിന്റെ വിഷമൊക്കെ പെട്ടെന്ന് തന്നെ ബോഡി പാർട്സിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്നേക്ക് വെനം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇനി കാലിലൊക്കെയാണ് പാമ്പ് കടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കയ്യിലാണ് പാമ്പ് കടിച്ചിട്ടുള്ളതെങ്കിലൊക്കെ ഒരിക്കലും ഹൃദയത്തിന്റെ മുകളിലേക്കായിട്ട്, അതായത് കയറ്റി വെക്കരുത്. ഇപ്പൊ കാലൊക്കെ ആണെങ്കിൽ എപ്പോഴും തൂക്കിയിടുക, അല്ലാതെ കിടത്തിയിട്ട് ഒരിക്കലും ഈ പാമ്പ് കടിയേറ്റ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കരുത്. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാരണ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചോ കഴുകേണ്ടത് നിർബന്ധമില്ല. സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിൽ തെറ്റില്ല, പക്ഷെ റഫ് ആയിട്ടൊന്നും കഴുകാൻ പാടില്ല. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടൈറ്റ് ആയിട്ട് കെട്ടരുത്. കടിയേറ്റ ഭാഗത്ത് ടൈറ്റ് ആയിട്ട് ക്ലോത്ത് വെച്ചിട്ടൊന്നും കെട്ടാതിരിക്കുക. മാത്രമല്ല ജെന്റിൽ ആയിട്ട് കെട്ടുന്നതുകൊണ്ട് തെറ്റില്ല. ടൈറ്റ് ആയി കെട്ടുന്ന സമയത്ത് രക്തോട്ടം നിലയ്ക്കുകയും പിന്നീട് ആ ഭാഗം മുറിച്ചു മാറ്റേണ്ട ഒരു കണ്ടീഷനിലേക്ക് പോകാനുമുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുറുക്കി ടൈറ്റ് ആയി കെട്ടരുത്. ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്, നീര് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ നീര് വെച്ച് കഴിഞ്ഞാൽ ആ കടിയേറ്റ ഭാഗത്ത് എന്തെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഊരിയെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള വളയോ മോതിരോ അങ്ങനെയുള്ള എല്ലാ ഓർണമെന്റ്സും ഊരി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് അത് വീക്കം വന്നാൽ അത് റിമൂവ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അവിടേക്കുള്ള രക്തോട്ടം കുറയാനും കാരണമായേക്കാം. ഇനി പാമ്പുകടി ഏറ്റ ആൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നത് നല്ലതാണോ? പാമ്പുകടി ഏറ്റ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അരമണിക്കൂറിന്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ കൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചില പാമ്പിന്റെ കടി ഏറ്റു കഴിഞ്ഞാൽ അത് തടസ്സം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തടസ്സമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായി അത് ശ്വാസകോശത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കടിയേറ്റ ആൾക്ക് ഭക്ഷണവും വെള്ളവും ആ സമയത്ത് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കിടത്തി കൊണ്ടുപോകാതിരിക്കുക. മാക്സിമം ഇരുത്തിയിട്ട് കൊണ്ടുപോവുക. കടിയേറ്റ ഭാഗം തൂക്കിയിടാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പാമ്പുകടി ഏറ്റ ആള് ഇറുകിയ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. കാരണം നീര് വെക്കാനും ശ്വാസതടസ്സം അനുഭവപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊരു കാര്യം, ഒരിക്കലും വിഷം വായ കൊണ്ട് വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ വിഷം പാമ്പുകടി ഏറ്റ ഭാഗം ഏതെങ്കിലും ബ്ലേഡോ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാനോ ഒന്നും പാടില്ല. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാമ്പുകടിയുടെ ആ പാമ്പിന്റെ കൊത്തലേറ്റ് കഴിഞ്ഞാൽ അത് പെരിഫറൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷം സ്പ്രെഡ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ബ്ലഡ് വെസലൊക്കെ ആയിരിക്കും കട്ടായി പോകുന്നുണ്ടാവുക. അപ്പൊ അത് മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത്തരം അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക. ചെറുതായിട്ടൊന്ന് റാപ്പ് ചെയ്യുക, അധികം ടൈറ്റ് ഇല്ലാതെ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് റാപ്പ് ചെയ്തിട്ട് അരമണിക്കൂറിന്റെ ഉള്ളിൽ തൊട്ടടുത്തുള്ള ആന്റി സ്നേക്ക് വെനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ പാനിക് ആക്കാതെ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ചൂടുകാലത്ത് പൊതുവെ പാമ്പുകൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ബാത്റൂമിന്റെ ഉള്ളിലൊക്കെ പാമ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടോയ്ലറ്റിലെ ആ വെള്ളത്തിലൊക്കെ പാമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അധികം ആളുകളും വീട്ടിലെ ജനലും ഡോറൊക്കെ തുറന്നിടുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ നെറ്റിന്റെ ഷീറ്റ് വാങ്ങി ജനലിനും വാതിലിനും ഒക്കെ അടിക്കുക. നെറ്റിന്റെ ഡോറൊക്കെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നെറ്റിന്റെ ഡോർ ആവുമ്പോൾ ഇത്തരം ഇഴജന്തുക്കൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീടിന്റെ ജനലിനോട് തൊട്ടരികിലൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ വാതിലിനോട് അരികിലായിട്ടോ എയർ ഹോൾസിന്റെ അടുത്തൊക്കെ ആയിട്ട് ചെടികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ചെടി നനയ്ക്കുന്ന സമയത്തുള്ള ആ നനവും തണുപ്പും ഒക്കെ കാരണം അതുവഴിയൊക്കെ പാമ്പ് മുകളിലത്തെ റൂമുകളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു ജനറൽ അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.